അപ്പോൾ അതേ ബോച്ചയുടെ റിസോർട്ടിൽ നമ്മൾ രണ്ടാമത്തെ ദിവസമാണിത്. അപ്പം നമ്മൾ നേരെ എങ്ങനെയൊക്കെയോ വെളുപ്പിച്ച് ഈ ടെൻറ്റിനകത്താണ് ഞങ്ങൾ 5 പേര് കഷ്ടപ്പെട്ട് ചുരുണ്ട് കൂടി കിടന്നത്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ നേരം വെളുത്തു. ഒരു രാവിലത്തെ വ്യൂ, ഭയങ്കര തണുപ്പൊക്കെ പ്രതീക്ഷിച്ച് സ്വെറ്ററും പുതപ്പൊക്കെ കൊണ്ടാണ് നമ്മൾ പോയത്. പക്ഷെ വലിയ കാര്യമായിട്ട് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ചെറിയൊരു തണുപ്പുണ്ട്, അത്ര തന്നെ. ഇത് അവരുടെ ട്രക്കിങ്ങാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ അപ്പം നമ്മൾ ട്രക്കിങ്ങിന് പോകാനാണ് ഉള്ള വണ്ടികളൊക്കെ ഇവിടെ സെറ്റായിരിക്കണത്. ട്രക്കിങ് നമ്മൾ ഇന്നലെ ആ കാട്ടിൽ കൂടെ പോയ ആ സ്ഥലത്ത് കൂടെ തന്നെയായിരുന്നു ട്രക്കിങ്. പകുതി വഴി അവിടെ പോയിട്ട് പിന്നെ നമ്മൾ വേറൊരു വഴിക്ക് തിരികെയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ആ 1000 ഏക്കർ മുഴുവൻ നമ്മളൊരു ട്രക്കിങ്ങിൽ കൂടെ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും എന്നും തോന്നുന്നു. ഒരു 1.5 മണിക്കൂർ നമുക്ക് ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അത് ഇത്രയും ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഭയങ്കര വഴികളായിരുന്നു, തണ്ടലും മുഴുവൊക്കെ ഒന്നായി, ഒരു വല്ലാത്ത വഴികളായിരുന്നു. കഴിഞ്ഞ് നമ്മൾ ഒരു 1 മണിക്കൂറത്തെ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയത്. ഞാൻ ഇത്ര ഒന്നും നല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് നേരെ പോയത് ബോച്ചയുടെ കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളത് ഇടിച്ച് കയറി ആയെന്ന് തന്നെ ഈ കള്ളെന്ന് എഴുതി വെച്ചോണ്ട് വീട്ടിലോട്ട് ഓടിക്കയറി. അപ്പോൾ അവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞു, ഇതർ നെഹി ഉദർ, അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. ഞങ്ങൾ ഇടിച്ച് കയറി ചെന്നതാണ് കള്ളെന്നൊക്കെ കണ്ടപ്പോൾ. ഇവിടെ നിന്ന് പോകുമ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോച്ചയുടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കള്ളാണ് കൊടുക്കണേന്ന്. പക്ഷേ അത് വെൽക്കം ഡ്രിങ്കിൽ കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ നിരാശപ്പെട്ടിരുന്നു. ഇവിടെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മൾ ഇടിച്ച് കയറി. ആ ഹിന്ദിക്കാരി ചേച്ചി പറഞ്ഞു, ഇവിടെ അല്ല, അത് അവിടെ ഇരുന്നിട്ടാണ് കഴിക്കേണ്ടത്, ഇത് അവരെന്തോ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളതിനെ ഓടിച്ചിട്ട് നമ്മളപ്പോൾ നേരെ കയറി ചെന്ന് കള്ള് ഷാപ്പിലോട്ട്. ഇതാണ് അവിടുത്തെ കള്ള് ഷാപ്പ്. നമുക്ക് എക്സ്ട്രാ പേയബിളാണ്. ആവശ്യമുള്ളവർക്ക് കുടിച്ചാൽ മതി, വേണ്ടാത്തവർ കുടിക്കേണ്ട. നമ്മുടെ പാക്കേജിൽ പെട്ട കാര്യമൊന്നുമല്ല, നമ്മൾ നമ്മുടെ സ്വന്തം ചാർജ് എടുത്ത് ചെയ്യേണ്ടതാണ്. ഞങ്ങളങ്ങനെ കയറി ചെന്നു. നല്ലൊരു ആൾക്കാർ സർവീസൊക്കെ നല്ലതായിരുന്നു. നമ്മളവിടെ പോയിട്ട് അപ്പോൾ അങ്ങനെ കള്ളൊക്കെ ഓർഡർ ചെയ്തു. ഒരു കുടം കള്ളിന് 200 രൂപയാണ് അവർ ചാർജ് ചെയ്യണത്. ഞങ്ങൾ ടെസ്റ്റ് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നാണ് ആരും വിചാരിച്ചത്. പിന്നെ ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചു. കുറേ നാളായിട്ടുണ്ടായിരുന്നു ഞാൻ കള്ള് കുടിച്ചിട്ട്. ആകെ ഞാൻ കള്ള് മാത്രമേ കുടിക്കുകയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ കള്ള് കുറേ നാളിന് ശേഷം നല്ല മധുരമുള്ള കള്ള്, മധുരമുള്ള കള്ളാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഓരോ ചെറുതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ കറിയായിട്ട് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അവിടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ളത് പാൽക്കപ്പയും ബീഫായിരുന്നു. അപ്പോൾ പാൽക്കപ്പയും ബീഫും ഞാനിതുവരെ കഴിച്ചിട്ടില്ല, കുറേ നാളായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് ഒന്ന് ഓർഡർ ചെയ്തു. റേറ്റ് ഇത്തിരി കൂടുതലാണ്, 300 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്തൊന്നും അത്ര നമ്മുടെ അവിടെ ഒന്നും അത്ര റേറ്റ് ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനൊരു അവസരം കിട്ടിയതെനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കഴിക്കാത്തതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്